ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മമ്മി, എനിക്ക് പേടിയാവുന്നു. അതെ, തനിക്ക് ഒട്ടും താല്പര്യമില്ലെങ്കിൽ നമുക്കൊന്ന് തിരിച്ചു പോവാം. പക്ഷേ പിന്നെ പിറന്നാൾ ചടങ്ങുകളൊന്നും ഉണ്ടാവില്ല. ഗുരുക്കന്മാരുടെ നിർദ്ദേശം പാലിക്കാതെ മുന്നോട്ട് പോകാനും പറ്റില്ല. മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കും മോളെ, ഒരു കുഴപ്പം വരില്ല. ചെയ്യുന്ന പൂജകളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട്. എല്ലാം പരിപൂർണമായി കഴിഞ്ഞാൽ നാഗദൈവങ്ങളുടെ പ്രസാദം ഉണ്ടാവും. പൂജ അവസാനിക്കും മുമ്പ് നാഗത്തറയിൽ ചെന്ന് തൊഴുതു പ്രാർത്ഥിച്ചു വരാം. അങ്ങനെ ആയിക്കോട്ടെ തിരുമേനി. സിത്താരെ, നമുക്ക് നാഗത്തറയിലേക്ക് പോവാം. മമ്മി, ഞാനില്ല. മോളെ, എത്ര തവണ നാഗത്തറയിൽ വെച്ച് കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്ര തവണ ഞാൻ നാഗത്തിനെ കണ്ടിട്ടുണ്ട്. വീണ്ടും നാഗത്തറയിലേക്ക് പോവാൻ എന്നെ കൊണ്ടാവില്ല. ഒരു പരീക്ഷണത്തിന് ഞാനില്ല. ഞങ്ങളൊക്കെ മോളുടെ കൂടെ ഇല്ലേ? മോള് വരൂ. മമ്മി, ഞാനില്ല എന്ന് പറഞ്ഞില്ലേ? ക്ഷേത്ര നടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പോലെയല്ല നാഗത്തറയിൽ എത്തുമ്പോ. എന്റെ കൈകാലുകളൊക്കെ വിറയ്ക്കും. എന്റെ മനസ്സിന്റെ നിയന്ത്രണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവും. ഗാഥ, എന്തെങ്കിലും മോശം ലക്ഷണങ്ങൾ ഉണ്ടാവുമായിരുന്നെങ്കിൽ പൂജാരി ഇത് പറയില്ലായിരുന്നു. താമന്നേ സിത്താരെ, ഇത്രയും എത്തിയിട്ട് പൂജാരി പറയുന്നത് അനുസരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് പിന്നെ വേറൊന്നും പറയാനില്ല. മോളെ, ഇന്നത്തെ ചടങ്ങുകളൊക്കെ നന്നായിട്ട് നടക്കാൻ വേണ്ടിട്ടല്ലേ? എല്ലാം മോക്ക് വേണ്ടിട്ടല്ലേ? നോക്ക്, നവീന മുത്തശ്ശിയൊക്കെ മോക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാ ഇവര് വന്നിരിക്കുന്നേ. നീ വന്നേ പറ്റൂ. നടക്ക്. മമ്മി, ഗാഥ വന്നേ. വാ, വരൂ. ഭഗവാനെ രക്ഷിക്കണേ. നാഗത്താന്മാരെ, ഓരോ വർഷം എൻ്റെ മോളുടെ പിറന്നാൾ വരുമ്പോൾ അവളെ തേടി അവളുടെ അച്ഛൻ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇത്രയും നാളും. എന്നെ കൊണ്ടാകും വിധം എൻ്റെ മോളെ ഞാൻ നോക്കി വളർത്തി. ഇനി എൻ്റെ മോളെയും അവളുടെ അച്ഛനെ ഒന്നിപ്പിക്കാനുള്ള മാർഗം നോക്കണേ. തളർന്ന് വീഴും മുമ്പ് അവളെ അവളുടെ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കാൻ എനിക്ക് സാധിക്കണേ. ഒരു പരീക്ഷണത്തിനും ഇനി എൻ്റെ മോൾക്കിടയുണ്ടാകരുതേ. എന്റെ അമ്മയെ കാത്തു രക്ഷിക്കണേ. നവീന് നല്ലത് മാത്രം വരുത്തണേ. ഈ രണ്ട് കാര്യങ്ങളെ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. പിറന്നാളുകാരി പ്രസാദം വാങ്ങിച്ചോളൂ. നന്നായി വരട്ടെ. വേഗം കഴിഞ്ഞല്ലോ. ഇന്ന് വലിയ പരാതികളൊന്നും ഉണ്ടായിരുന്നില്ലേ രണ്ടുപേർക്കും? പരാതികളും പരിഭവങ്ങളും ഒക്കെ ദൈവങ്ങൾക്കറിയാം. പിന്നെ അത് എപ്പോഴെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നേ എന്തിനാ? ചുമ്മാ പറയാ മോളിക്കുട്ടി. നടയില് കണ്ണടച്ചു നിന്നത് എത്ര നേരാന്നറിയോ? അന്നേരം മുഴുവനും പരാതി തന്നെയായിരിക്കും. എനിക്കറിഞ്ഞൂടെ. അമ്മയുടെ പ്രാർത്ഥന എവിടെ നിൽക്കട്ടെ. അല്ല, നീ എന്താ പ്രാർത്ഥിച്ചേ?
ഞാൻ കുറച്ചേരം തൊഴുതു വന്നു അത്ര തന്നെ. എനിക്കറിയാം കേട്ടോ, സന്തോഷമുള്ള ദിവസത്തില് നിന്റെ പ്രാർത്ഥന എന്തായിരിക്കും? നീ ഒന്ന് പോടി. മോളിക്കുട്ടി, ഇനി നേരെ വീട്ടിലേക്കാണോ? അങ്ങനെ നേരെ ഒന്നും പോകാൻ പറ്റില്ല. നമ്മുടെ കലിങ്കിന്റെ അപ്പുറത്തെ ഒരു കപ്പേളയുണ്ട്, അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട്. അവിടെ എന്താ പരിപാടി? മാതാവിന്റെ മുമ്പിലേ ഞാൻ കുറച്ച് മെഴുകുതിരി കത്തിക്കാൻ നേരിട്ടുണ്ട്. നിന്റെ പിറന്നാളിനുള്ള നേർച്ചയാ. നിങ്ങളുടെ ദൈവങ്ങൾക്ക് മാത്രം പോരല്ലോ, ഞങ്ങളുടെ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ? നന്നായി നന്നായി മോളെ. ഏത് പ്രാർത്ഥനയായാലും ദൈവങ്ങൾക്ക് തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. വ്യത്യാസം മനുഷ്യന് മാത്രമേ ഉള്ളൂ. പോകാം. നടക്ക. മമ്മി, എനിക്ക് പേടിയാവുന്നു. അതെ, തനിക്ക് ഒട്ടും താല്പര്യമില്ലെങ്കിൽ നമുക്കുടൻ തിരിച്ചു പോവാം. പക്ഷേ പിന്നെ പിറന്നാൾ ചടങ്ങുകളൊന്നും ഉണ്ടാവില്ല. ഗുരുക്കന്മാരുടെ നിർദ്ദേശം പാലിക്കാതെ മുന്നോട്ട് പോകാനും പറ്റില്ല. മോളെല്ലാം ചെയ്തോളൂ. രണ്ടുപേരും ചേർന്ന് വിളക്ക് തെളിയിച്ചോളൂ. ഗാഥ, വരൂ. തിരുമേനി, ലക്ഷണങ്ങൾ ശുഭമാണ്. കണ്ണടച്ച് തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ. മോളെ പ്രാർത്ഥിക്കൂ. കണ്ണടയ്ക്കാൻ പേടിയൊന്നും മമ്മി. എനിക്ക് പറ്റുന്നില്ല. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. പറയുന്ന കേക്ക്. പ്രാർത്ഥിക്ക. ഇപ്പൊ സമാധാനായില്ലേ കുട്ടി? ആപത്തൊന്നും ഇല്ലാന്ന ബോധ്യായില്ലേ? ഇനി ക്ഷേത്രത്തിലേക്ക് വന്നോളൂ എല്ലാരും. ഗാഥ, അറിയോ? ഓക്കെ, ഓക്കെ. എനിക്കിപ്പോ ഒരു ധൈര്യമായി. ശരി, എന്നാ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോവാം.